ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനത്തിൽ നിന്ന് 2 വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യവും 23-ാം വാക്യവും 126-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യവും നമുക്ക് വായിച്ചു കേൾക്കാം. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിപ്പിനെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 23-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച്, സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവജനത്തോട് പറയുകയാണ് സന്തോഷിക്കാൻ. എന്താണ് സന്തോഷിക്കാനുള്ള കാരണം? എന്താണ്? 23-ാമത്തെ വാക്യം നമുക്കൊന്നുകൂടെ വായിച്ചു കേൾക്കാം. സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിച്ചു തരുന്നു. 21-ാമത്തെ വാക്യം നമുക്കൊന്നുകൂടെ വായിച്ചു കേൾക്കാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. യഹോവ വൻ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നു. 126-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ ഒരു വലിയ കാര്യം എന്താണെന്ന് നാം ചിന്തിച്ചു വരികയായിരുന്നല്ലോ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ഒരു വിശ്വാസിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? അവനെപ്പോഴും സന്തോഷിക്കാനാണ്, അവനെപ്പോഴും ദൈവത്തെ സ്തുതിക്കാനാണ്, ഇടവിടാതെ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കാനാണ്, എപ്പോഴും സന്തോഷിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ കഴിയുന്നത്? ഒന്ന്, പിതാവായ ദൈവം ക്രിസ്തുവിൽ കൂടി നമുക്ക് തന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിക്കാം. രണ്ടാമത്, നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തതിൽ നമുക്ക് സന്തോഷിക്കാം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ന്യായവിധിയെല്ലാം ക്രിസ്തു നമുക്ക് മാറ്റിത്തന്നതിൽ നമുക്ക് സന്തോഷിക്കാം. ന്യായവിധിയുടെ ഉടമകളായിരുന്ന നമ്മെ, നിത്യനരകത്തിൻ്റെ അവകാശികളായിരുന്ന നമ്മെ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം മൂലം, ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ യാഗം മൂലം നമുക്ക് അവൻ ന്യായവിധി മാറ്റിത്തന്നു. ഇവിടെ നാം വായിച്ചത്, യഹോവ നമ്മിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നാം സന്തോഷിക്കാനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം, പിതാവായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ അനേക വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇവിടെ യോവേൽ പ്രവാചകൻ പറയുകയാണ്, അവിടെ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ഇതാ ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കും, ചിലപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കും, പിന്നെ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളെല്ലാം അവർക്ക് ലഭിക്കുമ്പോൾ അവർ ദൈവത്തെ വിട്ട്, ദൈവത്തിൻ്റെ വചനം മറന്ന്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്ന് അന്യവിഗ്രഹങ്ങളിലേക്ക്, ജാതീയ വിഗ്രഹങ്ങളിലേക്ക് ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ഒരു സ്വഭാവമാണ് ഇസ്രായേൽ മക്കൾക്കുള്ളത്. അവരുടെ ചരിത്രം നാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. ഇടയ്ക്ക് അവർ ദൈവത്തെ സ്നേഹിക്കും, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കും, വിഗ്രഹങ്ങളെ അവർ നശിപ്പിക്കും, പിന്നെ ചില സമയങ്ങളിൽ അവർ വീണ്ടും അതേ വിഗ്രഹങ്ങളെ അവർ സേവിക്കാൻ പോകും, ദൈവത്തെ വേദനിപ്പിച്ച്, ദൈവത്തെ ദുഃഖിപ്പിച്ച്, ദൈവ വഴിയിൽ നിന്ന് അകന്നു പോകുന്നതായ ഒരു സ്വഭാവമാണ് നമ്മുടെ കാണുന്നത്. അങ്ങനെ ഈ യോവേൽ പ്രവാചന കാലത്ത് ഇസ്രായേൽ മക്കൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. അതാണ് യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. വയൽ ശൂന്യമായി തീർന്നു, വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചും പുതുവീഞ്ഞ് വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കയാൽ ദേശം ദുഃഖിക്കുകയാണ്. കാരണം അവരുടെ ജീവിതത്തിൽ വലിയ കെടുതികൾ വരികയാണ്, വലിയ ക്ഷാമം വരികയാണ്. അവരുടെ ജീവിതത്തിൽ ദൈവത്തെ മറന്ന് പിശാചിന് ഇടം കൊടുത്ത് ജീവിക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് വലിയ കഷ്ടതകളും യാതനകളും വേദനകളും ക്ഷാമവും വരികയാണ്. വീണ്ടും നമുക്ക് വായിച്ചു കേൾക്കാം. കൃഷിക്കാരെ ലജ്ജിപ്പീൻ, മുന്തിരിത്തോട്ടക്കാരെ കോതമ്പിനെയും യവത്തെയും ചൊല്ലി മുറയിടുവീൻ.
വയലിലെ വിളവ് നശിച്ചു പോയല്ലോ. വയലിലെ വിളവ് നശിച്ചു പോയല്ലോ. മുന്തിരിവള്ളി വാടി, അത്തിവൃക്ഷം ഉണങ്ങി, മാതളം, ഈന്തപ്പന, നാരക മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ വലിയ കെടുതികളും നാശങ്ങളും വരികയാണ്. അവർ ദൈവത്തെ മറന്ന് ജീവിച്ചുകൊണ്ടാണ് വരുന്നത്. മാത്രമല്ല, അവരുടെ ദേശത്ത് വന്നതായ വലിയ ഒരു കെടുതിയെക്കുറിച്ച് 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്. ആ വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു. വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു. വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു. വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴ തിന്നു. വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴ തിന്നു. വലിയൊരു ബാധ, വലിയൊരു കെടുതി വന്നിരിക്കുകയാണ്. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു. വെട്ടിക്കിളി ശേഷിപ്പിച്ചത് പച്ചപ്പുഴ തിന്നു. പച്ചപ്പുഴ ശേഷിപ്പിച്ചത് വെട്ടിൽ തിന്നു. വലിയ ഒരു ബാധ, ഒരു ന്യായവിധി അവരുടെ ജീവിതത്തിൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകനായ യോവേൽ കൂടി പറയുകയാണ്, നിങ്ങൾക്കിതിന് ദൈവം പകരം തരും. ഇപ്പോൾ ശരിയാണ്, നിങ്ങൾ വലിയ ക്ഷാമത്തിൽ കൂടി, വലിയ ദുരിതത്തിൽ കൂടി, വലിയ കഷ്ടതകളിൽ കൂടി, വലിയ കെടുതികൾ കൂടി നിങ്ങൾ കടന്നു പോവുകയാണ്. നിങ്ങളുടെ സന്തോഷം അറ്റുപോയിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, നിങ്ങളുടെ മുഖത്ത് നിന്ന് ചിരി മാഞ്ഞു പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കണം. നിങ്ങളിന്ന് ദൈവത്തിന് വഴിവിട്ട്, ദൈവത്തിന് വചനത്തിനെതിരായി, ദൈവഹിതത്തിനെതിരായി പിശാചിന് ഇടം കൊടുത്ത് ജീവിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ വലിയ കെടുതികൾ സംഭവിച്ചിരിക്കുകയാണോ? വലിയ ക്ഷാമത്തിന് നടുവിൽ കൂടി പോവുകയാണോ? മുടിയൻ പുത്രൻ സംഭവിച്ചതുപോലെ ഇതാ പിശാചിൻ്റെ ആ വാളവരയ്ക്ക് വേണ്ടി, പന്നിയുടെ വാളവരയ്ക്ക് വേണ്ടി പിശാചിൻ്റെ അടിമയായി കഴിയുകയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുകയാണോ? നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സന്തോഷം പോയിരിക്കുകയാണോ? മുഖത്തുനിന്ന് ചിരി അറ്റുപോയിരിക്കുകയാണോ? എന്നാൽ ജീവനുള്ള ദൈവം പ്രവാചകനായ യോവേൽ കൂടി പറയുകയാണ്, ഇതിനെല്ലാം നിങ്ങൾക്ക് പകരം തരുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. സന്തോഷം പോയിരിക്കുകയാണെങ്കിൽ സന്തോഷം മടക്കി തരുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. 2-ാം അധ്യായം 25-ാം വാക്യം നാം അങ്ങനെയാണ് വായിക്കുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. അവിടെ എന്താണ് നാം കാണുന്നത്? ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സമ്മത്സരങ്ങൾക്ക് നിങ്ങളുടെ സമ്മത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഞാൻ നിങ്ങൾക്ക് പകരം തരുമെന്നാണ് ദൈവം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ആയുസ്സിലേക്കും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കിയാൽ പിശാച് നമ്മുടെ ആയുസ് നഷ്ടപ്പെടുത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൽപ്പേര് എല്ലാം പിശാച് നശിപ്പിച്ചു കളഞ്ഞു. പിശാചിൻ്റെ അടിമയായി നാം ജീവിച്ചതുകൊണ്ട്, പാപത്തിന് നാം ഇടം കൊടുത്തതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നാം നോക്കാത്തത് കൊണ്ട്, ക്രിസ്തുവിൻ്റെ വഴിയിൽ നാം ജീവിക്കാത്തത് കൊണ്ട് പിശാച് നമ്മുടെ ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമാധാനവും എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നാൽ ഇവിടെ ജീവനുള്ള ദൈവം പറയുകയാണ്, പിശാച് നഷ്ടപ്പെടുത്തിയതിനെല്ലാം പകരമായി ഞാൻ നിങ്ങൾക്ക് നല്ല കാലം ഇനിയും തരാമെന്ന്. പ്രിയപ്പെട്ടവരെ, തുള്ളനും വിട്ടിലും വെട്ടിക്കിളിയും പച്ചപ്പുഴവും തിന്ന് ശേഷിപ്പിച്ച കാലങ്ങൾക്ക് ദൈവം പകരം തരാമെന്നാണ് പറയുന്നത്. നാം ആരും നിരാശപ്പെടേണ്ട. നമ്മുടെ ആയുസ് പാഴാക്കിയല്ലോ, ഞാൻ പിശാചിന് ഇടം കൊടുത്തല്ലോ, എൻ്റെ ആരോഗ്യം ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ, സമ്പത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും വേശ്യാവൃത്തിക്കും കഞ്ചാവിനും ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കും വേണ്ടി ഞാൻ നശിപ്പിച്ച് കളഞ്ഞല്ലോ, എൻ്റെ ആയുസ് ഞാൻ നഷ്ടമാക്കി കളഞ്ഞല്ലോ എന്ന് വിചാരിച്ച് സഹോദരൻ നീ നിരാശപ്പെടേണ്ട. തുള്ളനും വിട്ടിലും വെട്ടിക്കിളിയും പച്ചപ്പുഴവും തിന്നു കളഞ്ഞ സമ്മത്സരങ്ങൾക്ക് പകരം തരുന്നവനായ ഒരു ജീവനുള്ള ദൈവമുണ്ട്. എങ്ങനെ പകരം കിട്ടും? പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവത്തിന് വചനം പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. നമുക്ക് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യം വായിക്കുമ്പോൾ എങ്ങനെയാണ് ഈ നല്ല കാലങ്ങളെല്ലാം തിരികെ കിട്ടുന്നത്? പിശാച് നശിപ്പിച്ചു കളഞ്ഞതായ നമ്മുടെ സമ്മത്സരങ്ങൾക്ക് എങ്ങനെ പകരം ലഭിക്കും? അതിന് നാം എന്ത് ചെയ്യണം? 2-ാം അധ്യായം 12-13 വാക്യം വായിക്കാം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും. എന്നാൽ ജീവനുള്ള ദൈവം പറയുകയാണ്, സഹോദര, നിന്റെ ആയുസ് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു എങ്കിലും, പ്രിയപ്പെട്ട യൗവനക്കാരെ, നിന്റെ ആരോഗ്യമെല്ലാം നീ നശിപ്പിച്ചു കളഞ്ഞു എങ്കിലും ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവി. ദൈവത്തിങ്കിലേക്ക് തിരിയാനാണ് ദൈവം പറയുന്നത്. ശരിയാണ്, പിശാച് നമ്മുടെ നല്ല കാലങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. പിശാച് നമ്മുടെ ആയുസ് നശിപ്പിച്ചു കളഞ്ഞു, നമ്മുടെ നല്ല ആരോഗ്യം നശിപ്പിച്ചു കളഞ്ഞു, നമ്മുടെ ആയുസ് പിശാച് പിച്ച് ചീന്തി കളഞ്ഞു. എന്നാൽ ദൈവം പറയുകയാണ്, സഹോദര, ഇപ്പോഴെങ്കിലും, പ്രിയപ്പെട്ട യൗവനക്കാര, ഇപ്പോഴെങ്കിലും നീ ദൈവത്തിങ്കിലേക്ക് തിരിയുക. നീ പാപത്തോട് യാത്ര പറയുക. നീ പിശാചിനെ ഉപേക്ഷിക്കുക. നീ യേശുവിനെ നിന്റെ രക്ഷിതാവും കർത്താവുമായി നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നിന്റെ ജീവിതം നീ യേശുവിന് വേണ്ടി സമർപ്പിക്കുക. നീ ദൈവ വഴിയിൽ ജീവിക്കാൻ തീരുമാനമെടുക്കുക. ഇപ്പോഴെങ്കിലും നീ ദൈവത്തിങ്കിലേക്ക് തിരിയുക. പിന്നെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയങ്ങളെ കീറിക്കൊണ്ട് അനുതാപവാക്യങ്ങളോടുകൂടെ
ഇത് കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപത്തെയോർത്ത് അനുതപിച്ചുകൊണ്ട് വേദനിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുക, നിങ്ങൾ ദൈവ വഴിയിലേക്ക് വരിക, നിങ്ങൾ ദൈവപക്ഷത്തേക്ക് വരിക. നിങ്ങൾ യഹോവയിലേക്ക് തിരിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും നല്ല കാലങ്ങൾ വരും. ഇത് വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവീൻ. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് നിങ്ങൾ തിരിയുവനെന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവ വഴിയിലേക്ക് തിരിഞ്ഞാൽ, ദൈവപക്ഷത്തേക്ക് തിരിഞ്ഞാൽ, ഈ ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തുടങ്ങിയാൽ, യഹോവയിലേക്ക് തിരിഞ്ഞാൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. ദൈവ വഴിയിലേക്ക് വന്നാൽ നഷ്ടപ്പെട്ട കാലങ്ങളെല്ലാം ജീവനുള്ള ദൈവം മടക്കിത്തരും. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ആയുസ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയോ, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയോ, നിങ്ങളുടെ ഭാവി നഷ്ടപ്പെടുത്തിയോ, നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയോ, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ അനുതാപത്തോടെ, പാപബോധത്തോടെ, കരഞ്ഞുകൊണ്ട്, പാപത്തെയോർത്ത് അനുതപിച്ചുകൊണ്ട്, പാപത്തോട് യാത്ര പറഞ്ഞുകൊണ്ട്, പിശാചിനെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ദൈവ വഴിയിലേക്ക് വരിക, ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ തിരിയുക, ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഇനിയും നല്ല കാലം ലഭിക്കുമെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ കൂടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം നമുക്ക് വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ജീവനുള്ള ദൈവം നമുക്ക് അനേക വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ദൈവം ചെയ്ത വൻകാര്യങ്ങൾ എന്തെല്ലാമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് അനേകർ ജീവിതത്തിലെ ചില നിരാശാകരമായ സാഹചര്യങ്ങളിലേക്ക് നോക്കി തലകുമ്പിട്ടിരിക്കുകയാണ്. എന്നാൽ ജീവനുള്ള ദൈവം പറയുകയാണ്, ജീവനുള്ള ദൈവം നമുക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. എന്താണ് അവൻ ചെയ്ത വൻകാര്യങ്ങൾ എന്ന് പറയുന്നത്? ജീവനുള്ള ദൈവം നമുക്ക് ക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിൽ കൂടി രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവം നമ്മൾ നടത്തിയില്ലേ? നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു തന്നില്ലേ? നിത്യന്യായവിധി ദൈവം നമുക്ക് ഒഴിവാക്കി തന്നില്ലേ? എന്തെല്ലാം നന്മകളാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തന്നത്! എന്തെല്ലാം വൻകാര്യങ്ങളാണ് ദൈവം നമുക്ക് തന്നത്! അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം നാം വായിക്കുമ്പോൾ അനേകം വൻകാര്യങ്ങളെക്കുറിച്ച് അവിടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന് 3-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിച്ചു കേൾക്കാം. എന്താണ് ജീവനുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വൻകാര്യങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം നാം അനുഭവിക്കുമെങ്കിൽ, ഇതെല്ലാം നാം വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുമെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. നമുക്ക് എപ്പോഴും സന്തോഷിക്കാം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവം. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഒന്നാമത് ജീവനുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ വൻകാര്യം എന്താണ്? പിതാവായ ദൈവം ക്രിസ്തുവിൽ കൂടി, ക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിൽ കൂടി സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ. ജീവനുള്ള ദൈവം നമ്മൾ ചെയ്ത വൻകാര്യമാണത്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ കൂടി, അവൻ്റെ ക്രൂശമരണത്തിൽ കൂടി, അവൻ്റെ തിരുരക്തത്തിൽ കൂടി സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് തന്നത്! എന്തെല്ലാം അനുഗ്രഹങ്ങൾ കൂടിയാണ് ദൈവം നമ്മെ നടത്തിയത്! നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദൈവം നമുക്ക് തന്ന നന്മകൾ, ദൈവം നമുക്ക് തന്നതായ അനുഗ്രഹങ്ങൾ, ദൈവം നമ്മെ നടത്തിയതായ വഴികൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ നന്ദിയോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ഇവിടെ കടന്നവനാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. യെശയ്യാ പ്രവാചകൻ പറയും, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കാൻ. എവിടെ നിന്നാണ് ദൈവം നമ്മെ വെട്ടിയെടുത്തത്? എത്ര ആഴമുള്ള പാറക്കെട്ടിൽ നിന്നാണ് ദൈവം നമ്മെ ഇതാ കുഴിച്ചെടുത്തത്. അവൻ എത്ര ആഴമുള്ള ഖനിഗർഭങ്ങളിൽ നിന്നാണ് ദൈവം നമ്മെ കുഴിച്ചെടുത്തത്. ദൈവം നമ്മെ ഇന്നായിരിക്കുന്ന സ്ഥിതിയിൽ നമ്മെ ആക്കിയിരിക്കുന്നത്. ദാവീദ് പറയും, ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു ഞാൻ കടന്നതെന്ന്. പാപത്തിൻ്റെ ആഴക്കുഴിയിൽ, പാപത്തിൻ്റെ നിരാശയുടെ കുഴിയിൽ, എത്രമാത്രം ആഴമേറിയ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു നമ്മളോരോരുത്തരും കടന്നിരുന്നത്. എന്നാൽ അവിടുന്ന് നമ്മെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ ദൈവം നമ്മെ നിർത്തിയില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടോ? ആഴക്കുഴിയിൽ നിന്ന്, നിരാശയുടെ ആഴത്തിൽ നിന്ന്, അശുദ്ധിയുടെ ആഴങ്ങളിൽ നിന്ന്, മദ്യപാനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് സ്വർഗത്തിലെ ജീവനുള്ള ദൈവം എന്നെ കരകയറ്റി എൻ്റെ കാലുകളെ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി. ഒരു കാലത്ത് ഞാൻ വീണുമെഴുന്നേറ്റ് നടന്നവനായിരുന്നു. ഇന്നെൻ്റെ ഗമനത്തെ അവന് സ്ഥിരമാക്കി. അതിൻ്റെ നന്ദി കൊണ്ട് അവൻ എൻ്റെ ഹൃദയത്തിൽ സ്തുതിയുടെ പാട്ട് തന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അനുഭവം എന്താണ്? നിങ്ങളിന്ന് ആഴമുള്ള കുഴിയിലാണോ കിടക്കുന്നത്? അതെയോ പാറമേലാണോ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങളുടെ ഗമനം സ്ഥിരമായോ? നിങ്ങളുടെ വായിൽ നന്ദിയുടെ പാട്ടുണ്ടോ? ഈ പാട്ടുള്ളവൻ ഹൃദയത്തിൽ പറയും, യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ആഴക്കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റിയ ഈ ജീവനുള്ള ദൈവത്തെ നാം എങ്ങനെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ നാം സന്തോഷിക്കാതിരിക്കും? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ജീവനുള്ള ക്രിസ്തു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷിക്കാൻ വകയില്ലേ? നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവം നമുക്ക് തന്നതായ നന്മകളെ ഓർത്ത് നമുക്ക് സ്തുതിക്കാൻ വകയില്ലേ? പ്രിയപ്പെട്ടവരെ, ആത്മീകമായും ഭൗതികമായും എന്തെല്ലാം നന്മകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം എവിടെ കിടന്നവരായിരുന്നു? ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നമ്മെ ഇത്രത്തോളം ഉയർത്തിയില്ലേ? വെറും നിസ്സാരതയിൽ നിന്ന് ദൈവം നമുക്കെല്ലാം തന്നില്ലേ?
നാം ചോദിച്ചതും ചോദിക്കാത്തതും, നാം പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാത്തതും, നമുക്ക് അർഹതയുള്ളതും അർഹതയില്ലാത്തതും, നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ഈ ജീവനുള്ള ദൈവം നമ്മെ അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നമ്മെ അനുഗ്രഹിച്ചില്ലേ? നമുക്ക് സന്തോഷിക്കാൻ വകയില്ലേ പ്രിയപ്പെട്ടവരെ? യഹോവ നമ്മളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ജീവനുള്ള ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് ദൈവം നമുക്ക് തന്ന വൻകാര്യം എന്താണ്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? 1-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. അത് ചെറിയ കാര്യമല്ല. ജീവനുള്ള ദൈവം ക്രിസ്തുവിൽ നമ്മെ ഈ തലമുറയിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? ഈ തലമുറയിൽ വിശുദ്ധരായിട്ട് നിൽക്കാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ! നമുക്ക് സന്തോഷിക്കാൻ വകയില്ലേ? നമുക്ക് ആനന്ദിക്കാൻ വകയില്ലേ? നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ വകയില്ലേ? ഈ തലമുറയിൽ ഒരു ദൈവീക തിരഞ്ഞെടുപ്പ് കിട്ടിയില്ലേ നമുക്ക്? ഈ ഭൂമിയിൽ ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ, ഒരു നിഷ്കളങ്കനായി ജീവിക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തില്ലേ? ദൈവത്തിന് സ്തോത്രം. എന്നാണ് അവൻ തിരഞ്ഞെടുത്തത്? നാം ഈ വചനം കേട്ടപ്പോഴാണ് തിരഞ്ഞെടുത്തത്? നാം ഈ ഭൂമിയിൽ ജനിച്ചപ്പോഴാണ് തിരഞ്ഞെടുത്തത്? അല്ല പ്രിയപ്പെട്ടവരെ, അല്ല. എന്നാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? ലോക സ്ഥാപനത്തിന് മുൻപേ അവൻ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. ഈ ദൈവീക തിരഞ്ഞെടുപ്പ് ദൈവം എൻ്റെ മേൽ തന്നിരിക്കുകയാണ്. ദൈവം നിങ്ങളുടെ മേൽ തന്നിരിക്കുകയാണ്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ തലമുറയിൽ ഒരു വിശുദ്ധനായിട്ട് ജീവിക്കുവാൻ ജീവനുള്ള ക്രിസ്തു എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതായ ബോധ്യം കിട്ടിയാൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് ആനന്ദിക്കാൻ വകയുണ്ട്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്. ശരിയാണ്, കഷ്ടതകൾ ഒരു വശത്തു കൂടിയുണ്ട്, ദുഃഖങ്ങളുടെ അനേക വിഷയങ്ങളുണ്ട്, കരയാൻ അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ സന്തോഷിപ്പാനുള്ളത് 1000 കാര്യങ്ങളാണ്. പാട്ടുകാരൻ അങ്ങനെ പാടും, നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിൽ ആനന്ദിപ്പാനുള്ളത് 1000 എന്നാൽ ഇന്ന് അനേകർ നിരാശപ്പെടാനുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നോക്കിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ. എന്നാൽ നിങ്ങളുടെ കണ്ണ് അവിടുന്ന് പറഞ്ഞ് ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം നമുക്ക് ആയുസ് നീട്ടി തന്നില്ലേ? എത്രയെത്ര അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു, എത്രയെത്ര അത്യാഹിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു, എത്രയെത്ര അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു, അത്യാഹിതങ്ങൾ സംഭവിച്ചു. എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിച്ച് ആയുസ്സോടും ആരോഗ്യത്തോടും ഈ ദിവസം വരെ, ഈ നിമിഷം വരെ ദൈവത്തിന് വചനം കേൾക്കുവാൻ ദൈവം നമുക്ക് ആയുസ് തന്നില്ലേ? എത്രയോ പ്രാവശ്യം ICU യൂണിറ്റിൽ കയറിയതാണ്. തീർന്നു എന്ന് വിചാരിച്ച സമയങ്ങളില്ലേ? എല്ലാം തീർന്നു എന്ന് വിചാരിച്ച സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? എന്നാൽ അവിടെ നിന്നെല്ലാം ദൈവം നമുക്ക് ആയുസ് തന്ന്, ആരോഗ്യം തന്ന് ഇവിടം വരെ ദൈവം നമ്മെ നിലനിർത്തിയില്ലേ? ഈ ദൈവം എത്ര വിശ്വസ്തനാണ്! ഈ ദൈവം എത്ര നല്ലവനാണ്! ദൈവം എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തല്ലോ പ്രിയപ്പെട്ടവരെ. ഈ തലമുറയിൽ യേശുക്രിസ്തുവിനെ ഒരു വിശുദ്ധനാകാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എനിക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. എനിക്ക് എപ്പോഴും സന്തോഷിക്കാൻ വകയുണ്ട്. ദൈവം എൻ്റെ ജീവിതത്തിൽ അനേക വൻകാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അനേക ശാപങ്ങൾ ഉണ്ടായിരുന്ന എന്നെ, ശാപത്തിൻ്റെ ബന്ധനത്തിൽ കിടന്നതായ എന്നെ, ഇതാ നരകയോഗ്യനായിരുന്ന എന്നെ യേശുക്രിസ്തുവിനെ ഒരു വിശുദ്ധനാകാൻ ഈ തലമുറയിൽ ജീവനുള്ള ദൈവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നുണ്ട്. ഈ നിസാരനായ എന്നെ, ഈ അല്പപ്രാണിയായ എന്നെ ജീവനുള്ള ക്രിസ്തു, അപ്പോസ്തലനായ പൗലോസിനെ തിരഞ്ഞെടുത്ത ദൈവം, ജീവനുള്ളവനായ പത്രോസിനെ തിരഞ്ഞെടുത്തവനായ ദൈവം, മോശയെ തിരഞ്ഞെടുത്തവനായ ദൈവം, അബ്രഹാമിനെ തിരഞ്ഞെടുത്തവനായ ദൈവം ഈ തലമുറയിൽ യേശുക്രിസ്തുവിന് ഒരു വിശുദ്ധനാകാൻ എന്നെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. സഹോദര, നിന്നെയും യേശു തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട യൗവനക്കാര, നിന്നെയും യേശു തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്നിലും അവൻ വലിയ പ്രതീക്ഷ വെച്ചിരിക്കുന്നു. നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നെ ഒരു വിശുദ്ധനും നിഷ്കളങ്കരുമാകാൻ ജീവനുള്ള ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. യേശുക്രിസ്തു മുഖാന്തരം ജീവനുള്ള ദൈവം എന്നെ ദത്തെടുത്തു. പ്രിയപ്പെട്ടവർ, എന്താണ് ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ? മക്കളില്ലാത്തവരാണ് ദത്തെടുക്കുന്നത്. അന്യരുടെ മക്കളെ സ്വന്തം മക്കളായിട്ട് ദത്തെടുക്കുകയാണ്. വില കൊടുത്ത് സ്വന്തം മക്കളാക്കി തീർക്കുകയാണ്. നാം ഇവിടെ വായിച്ചത് എന്താണ്? പിതാവായ ദൈവം ക്രിസ്തുവിൽ കൂടി എന്നെയും നിങ്ങളെയും ദൈവം ദത്തെടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, പിതാവായ ദൈവത്തിന് മക്കളില്ലായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. അവനൊരു ഏകജാതനായ മകൻ ഉണ്ടായിരുന്നല്ലോ. ഊനമില്ലാത്ത ഒരു ഏകജാതനായ പുത്രൻ കർത്താവായ യേശുക്രിസ്തു അവനുണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് അവൻ എന്നെ ദത്തെടുത്തത്? പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിന് എന്നോടുള്ളതായ വാത്സല്യം, എന്നോടുള്ളതായ സ്നേഹം, അതുകൊണ്ട് ജീവനുള്ള ദൈവം എന്ത് ചെയ്തു? സ്വന്തം പുത്രനെ കാൽവറിയിൽ തകർത്ത് കളവാൻ അവന് ഇഷ്ടം തോന്നി.
എന്നെ ദത്തെടുക്കുവാൻ, എന്നെ സ്വർഗാവകാശിയാക്കി തീർക്കുവാൻ, സ്വർഗത്തിന്റെ അവകാശിയായിരുന്ന തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ തകർത്ത് കളയുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി. അവനെ തകർത്ത് കളഞ്ഞിട്ട് എന്നെ അവൻ ദത്തെടുത്തു, അവൻ്റെ സ്വന്തം മകനാക്കി തീർത്തു. എൻ്റെ പദവി എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ! ഇതിൻ്റെ ആഴെന്നാ മനസ്സിലാക്കിയാൽ, ഇതിൻ്റെ മഹത്വം നാം മനസ്സിലാക്കിയാൽ എനിക്ക് സന്തോഷിക്കാൻ വകയില്ലേ? സ്വന്തം പുത്രനേക്കാൾ അധികമായി എന്നെ സ്നേഹിച്ചവനായ ഒരു ദൈവം, സ്വന്തം പുത്രനേക്കാൾ അധികം എന്നെ സ്നേഹിച്ചൊരു ദൈവം, സ്വന്തം പുത്രനെ തകർത്ത് കളഞ്ഞിട്ട് എന്നെ സ്വന്തം മകനാക്കി തീർത്ത ആ ദൈവത്തിൻ്റെ നിത്യസ്നേഹം, ഈ സ്നേഹം നാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് ആനന്ദിക്കാൻ വകയുണ്ട്, നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദര, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവവൈതലേ, നിന്നെ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം ദത്തെടുത്തതാണ്. ആ സ്വർഗീയ കാര്യപരിപാടി കാൽവറിയിൽ നടന്നു കഴിഞ്ഞു. അത് ഞാൻ വിശ്വാസത്താൽ സ്വന്തമാക്കേണ്ടതാണ്. യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ യാഗം മൂലം പിതാവായ ദൈവം ക്രിസ്തുവിൻ്റെ ക്രൂശിലെ തിരുരക്തം കൊടുത്ത് അവനെന്നെ ദത്തെടുത്തു, അവനെ സ്വന്തം മകനാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം എന്നിൽ ചെയ്ത വൻകാര്യങ്ങൾ വലുതാണ് പ്രിയപ്പെട്ടവരെ. അത് നാം തിരിച്ചറിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. വീണ്ടും അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാം. വീണ്ടും ദൈവം എനിക്ക് ചെയ്തതായ വൻകാര്യം എന്താണ്? അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയതിൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ജീവനുള്ള ദൈവം നമ്മെ അപ്പോയിന്റ് ചെയ്തു, മുൻ നിയമിച്ചു. എന്ത്? അവൻ്റെ മകനായി, അവൻ്റെ സാക്ഷിയായി, അവൻ്റെ വേലക്കാരനായി അവൻ എന്നെ മുൻ നിയമിച്ചു കഴിഞ്ഞു. അവൻ എന്നെ മുന്നമേ നിയമിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ പദവിയുള്ളവനാണ്, ഞാൻ വിലയുള്ളവനാണ്. ഈ ഭൂമിയിൽ എനിക്കൊരു പക്ഷേ വിലയില്ലായിരിക്കാം, എനിക്ക് സ്ഥാനമോ മാനമോ ഇല്ലായിരിക്കാം. എന്നാൽ ജീവനുള്ള ദൈവം എന്നെ വിലയേറിയവനും മാന്യനുമായി എണ്ണിയിരിക്കുകയാണ്. നമ്മെ ഓരോരുത്തരെയും ജീവനുള്ള ദൈവം എന്നെയും നിങ്ങളെയും പ്രിയപ്പെട്ടവരെ വിലയേറിയൊരു മാന്യരുമായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിലയേറിയൊരു മാന്യരുമായിട്ടാണ് എണ്ണിയിരിക്കുന്നത്. എന്നെ അവൻ അപ്പോയിന്റ് ചെയ്തു. എന്തിന്? യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാൻ, യേശു ക്രിസ്തുവിന് വേലക്കാരനാകുവാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിലൊരു ദാഹം വരുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിലൊരു സ്നേഹം യേശുവിനോട് വരുന്നുണ്ടോ? യേശു എനിക്ക് ചെയ്ത വൻകാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ബോധ്യം വരുന്നുണ്ടോ? അവൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അവൻ എന്നെ ദത്തെടുത്തിരിക്കുന്നു, അവൻ എന്നെ മുൻ നിയമിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഒരു വേലക്കാരനാകുവാൻ അവൻ എന്നെ വിളിച്ചിരിക്കുന്നു. എനിക്ക് യോഗ്യത ഉണ്ടായിട്ടില്ല, എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതകളില്ല, എനിക്ക് കുടുംബ മഹിമയില്ല, പാരമ്പര്യങ്ങൾ പറയാനില്ല, കഴിഞ്ഞ കാലങ്ങൾ നല്ലതല്ല. എന്നാൽ ജീവനുള്ള ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തു, മുന്നമേ അവൻ എന്നെ നിയമിച്ചു യേശു ക്രിസ്തുവിന് സാക്ഷിയാകുവാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു കൊതി വരുന്നുണ്ടോ? യേശുവിൻ്റെ സാക്ഷിയാകണമെന്ന്, യേശു ക്രിസ്തുവിന് ഒരു വിശുദ്ധ സാക്ഷിയാകണമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പുതിയ തീരുമാനങ്ങളെല്ലാം നിങ്ങൾക്ക് എടുക്കാം. കർത്താവേ, എനിക്ക് ഈ തലമുറയിൽ യേശു ക്രിസ്തുവിന് ഒരു വിശുദ്ധ സാക്ഷിയായി നിൽക്കണം, യേശു ക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധ വേലക്കാരനായി എനിക്ക് നിൽക്കണം, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തുവിന് ഒരു വിശുദ്ധ സാക്ഷിയായിട്ട് എനിക്ക് ഇനിയുള്ള കാലം ജീവിക്കണം. ഇതുവരെയുള്ള എൻ്റെ ആയുസ് തുള്ളനും വിട്ടിലും വെട്ടിക്കളിയും എല്ലാം തിന്നുകളഞ്ഞു കർത്താവേ. എൻ്റെ ആയുസ് പിശാച് നശിപ്പിച്ചു കളഞ്ഞു, എൻ്റെ ആരോഗ്യം നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഇനിയുള്ളതായ എൻ്റെ ആയുസ്, ഇനിയുള്ളതായ എൻ്റെ ഭാവി, ഇനിയുള്ളതായ എൻ്റെ ആരോഗ്യം യേശു ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയാകുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുകയാണെന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുക്കാം. യേശു നിങ്ങളെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നല്ല കാലം തരും പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട. യേശു എന്നെ അപ്പോയിന്റ് ചെയ്തു, മുന്നമേ അവൻ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത കാര്യം എന്താണ്? 1-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം എന്നിൽ ചെയ്ത വൻകാര്യങ്ങളിൽ മറ്റൊന്നാണ്, യേശു ക്രിസ്തു എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാമോ വാക്യം? അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ കൂടി, അവൻ്റെ തിരുരക്തത്തിൽ കൂടി എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിച്ചു തന്ന് അവൻ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാനൊരു വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലാണ്. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ വിലയാണ്, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് ഞാൻ. അവൻ എങ്ങനെയാണ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത്? അപ്പോസ്തലനായ പത്രോസ് പറയും, 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം 18-19 വാക്യം വായിക്കുമ്പോൾ എങ്ങനെയാണ് നാം വായിക്കുന്നത്? വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നെ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം വീണ്ടെടുത്തിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. ആ ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ് പിതാവായി ദൈവം എന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ്, ഞാൻ പിതാവായ ദൈവത്തിൻ്റെ അവകാശിയാണ്. ഞാനൊരു വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലാണ്.
എന്തൊരു അഭിമാനമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. എൻ്റെ അവകാശി, എൻ്റെ ഉടമസ്ഥൻ സ്വർഗത്തിലെ ജീവനുള്ള ദൈവമാണ്. എന്നെ അവൻ വില കൊടുത്ത് മേടിച്ചിരിക്കുകയാണ്. എനിക്കൊരു യജമാനനുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്, എനിക്കൊരു രക്ഷകർത്താവുണ്ട്, എനിക്കൊരു രക്ഷകനുണ്ട്, എനിക്കൊരു അരുമ മണവാളനുണ്ട്. ഞാൻ ഭാഗ്യവാനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ ഈ വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് ഈ അനുഭവമുണ്ടോ? നിങ്ങളിത് അനുഭവിക്കുന്നുണ്ടോ? ഞാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവവൈതലാണ്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. എൻ്റെ കാര്യം അന്വേഷിക്കാൻ ഒരു ഉടമസ്ഥൻ സ്വർഗത്തിലുണ്ട്, എനിക്കൊരു ഉടയവനുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരുവാൻ, എൻ്റെ വേദനകളൊരു പരിഹാരം തരുവാൻ, എനിക്ക് എൻ്റെ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറന്നു തരുവാൻ, എനിക്ക് മുൻപോട്ടൊരു ഗതി തരുവാൻ, എന്നെ സഹായിക്കുവാൻ, എന്നെ ആശ്വസിപ്പിക്കുവാൻ, എനിക്ക് സമാധാനം തരുവാൻ, എനിക്ക് പ്രത്യാശ തരുവാൻ, എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ എനിക്കൊരു അപ്പനുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്, എനിക്കൊരു യജമാനനുണ്ട്, എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു ഉടയവനുണ്ട്. എന്തൊരു ധൈര്യമുള്ള ജീവിതമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ജീവനുള്ള യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് വീണ്ടെടുപ്പ് അനുഭവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? യേശു നിങ്ങളുടെ അരികത്തോടെ നടക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ നമുക്ക് ഒരു നിമിഷം അടയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, യേശു നിങ്ങളുടെ അരികത്തോടെ നടക്കുകയാണ്. നിങ്ങളെ വീണ്ടെടുക്കുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. അവൻ്റെ തിരുരക്തം ഇതാ നിന്റെ നെറ്റിമേൽ മുദ്രയായിട്ട് ഇടുവാൻ, നിന്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിച്ചു തന്ന് നിന്നെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർക്കുവാൻ യേശു നിങ്ങളുടെ അരികത്തോടെ വരികയാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ക്രൂശിൻ്റെ ചൂടിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം. യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാം. പാപത്തോട് യാത്ര പറയുക. ഇനിയും നിങ്ങൾക്ക് നല്ല കാലം ലഭിക്കും, ഇനിയും നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെ കാലം ലഭിക്കും, ഇനിയും നിങ്ങൾക്ക് സന്തോഷകാലങ്ങൾ ലഭിക്കും. ആനന്ദവും ഐശ്വര്യം എഴുന്ന ആണ്ടുകളും മാസങ്ങളും അബ്ദങ്ങളും നമുക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ. അതിനായി നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കാനുള്ള വക തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.